ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു മേക്കപ്പ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. കുറേ ദിവസത്തിന് ശേഷമാണ് ഒരു മേക്കപ്പ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഓണം റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഫേസൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് വാഷൊക്കെ ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ ഫേസിലേക്ക് ഫസ്റ്റ് അപ്ലൈ ചെയ്യേണ്ടത് മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പോൾ ഞാൻ മാമ-എർത്തിൻ്റെ മോയ്സ്ചറൈസറാണ് കുറച്ചായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസർ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഞാൻ നമ്മുടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. അതൊന്ന് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പ്രൈമർ അപ്ലൈ ചെയ്യാം. ഞാൻ പ്രൈമർ ഇതൊരു ഹ്യൂക്സിയ ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ പ്രൈമറാണ് കേട്ടോ. നമ്മൾ പ്രൈമർ ഇടുമ്പോൾ അറിയാമല്ലോ, നമ്മൾ ഫേസിനൊരു നല്ലൊരു ബേസ് കിട്ടാനും അതുപോലെ മേക്കപ്പ് ചെയ്യുമ്പോൾ മേക്കപ്പ് പെട്ടെന്ന് എന്താ പറയുക ഒലിച്ചൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൈമറാണ് ഞാൻ കുറച്ചായി പ്രൈമർ യൂസ് ചെയ്യും. നല്ല പ്രൈമറാണ്. കുറച്ച് നമ്മളെ മേക്കപ്പിനൊരു ഗ്ലോ തരാനൊക്കെ പ്രൈമർ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പ്രൈമർ കയ്യിലുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൈമർ അപ്ലൈ ചെയ്യാം. ഓക്കെ, നമ്മളപ്പോൾ പ്രൈമർ അപ്ലൈ ചെയ്തു. ഇനി അതിന് ശേഷം ഞാൻ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത്. ഇത് ലാക്മേൻ്റെ സൺസ്ക്രീനാണ്. ഈ ഒരു സൺസ്ക്രീൻ തന്നെയാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറ്. നമ്മൾ ഫേസിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നെക്കിലേക്കും കൂടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെയാകുമ്പോൾ ഫേസും നെക്കും നമ്മൾ ഏകദേശം ഒരേ ടോണായിട്ട് വരും. അല്ലെങ്കിൽ ഫേസിൻ്റെ കളർ വേറെ, നെക്കിൻ്റെ കളർ വേറെ ആയിട്ട് തോന്നും. പ്രത്യേകിച്ച് സാരിയൊക്കെ കൊടുക്കുമ്പോൾ സാരി കൊടുക്കുമ്പോൾ വൈഡ് നെക്കുള്ള ബ്ലൗസൊക്കെ ആണെങ്കിൽ വേഗം മനസ്സിലാവും കേട്ടോ. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഫേസിലിടുന്നത് പോലെ തന്നെ നെക്കിലേക്കും കൂടെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ സൺസ്ക്രീനും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഡാർക്ക് സർക്കിൾസ് ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഞാനത് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കൺസീലർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഹ്യൂഡാമാറ്റിൻ്റെ ഹൈ ഡെഫിനിഷൻ കൺസീലറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസീലർ ഞാൻ ആണ് അടുത്തത് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഡാർക്ക് സർക്കിൾസ് ഉള്ള സ്ഥലത്തും അതുപോലെ നമുക്ക് ഡാർക്ക് ഷെയ്ഡ്സ് എവിടേക്കാണോ ഉള്ളത് അവിടെയൊക്കെ കൊടുക്കട്ടെ. അപ്പോൾ ഇവിടെ എനിക്ക് ചെറുതായിട്ടൊരു പിമ്പിൾ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞാനിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഞാൻ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബ്ലെൻഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക. ലൈറ്റായിട്ട് ഞാൻ ഐബ്രോ കൂടെ ഫില്ല് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ഞാൻ സ്പൂൺ വെച്ചിട്ട് അതൊന്ന് സെറ്റ് ചെയ്യാണ് കേട്ടോ. ബ്ലൂ ഹെവൻ്റെ ഈ ഒരു വോളിമൈസിങ് മസ്കാര യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ലാഷസൊക്കെ ഒന്ന് നന്നായിട്ട് വോളിമൈസായി തോന്നാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ മസ്കാര നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത്. ഞാൻ എപ്പോഴും ഐ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് മസ്കാര യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ ഫേസസ് കാനഡേൻ്റെ ഈ ഒരു കാജൽ യൂസ് ചെയ്തിട്ടാണ് കണ്ണെഴുതുന്നത്. ഞാൻ അധികം തിക്കായിട്ടല്ല, ജസ്റ്റ് ഇവിടെ മാത്രം എൻഡിൽ മാത്രം തിക്കായിട്ട് ഇവിടേക്ക് തിന്നായിട്ടാണ് കേട്ടോ എഴുതിയിട്ടുള്ളത്. അപ്പോൾ മുകളിൽ ഞാൻ ചെയ്യുന്നില്ല, കാജൽ അപ്ലൈ ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ ഈ എൻഡിൽ ഇങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ണിൻ്റെ മുകളിൽ ഞാൻ ഐലൈനറിന് പകരം ഈ ഒരു കാജൽ തന്നെ ജസ്റ്റ് ഞാനിങ്ങനെ ഈ ഒരു കാജൽ ഇങ്ങനെ ആക്കിയിട്ട് ജസ്റ്റ് ഇത് വെച്ചിട്ടാണ് കേട്ടോ മുകളിൽ എഴുതി കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ഐ ലുക്ക് ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഡാസ്ലറിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഈ ഷെയ്ഡ് എന്ന് പറയുന്നത് ഡാസ്ലറിൻ്റെ 03 ഷെയ്ഡ് ആണ് കേട്ടോ. ഈ ഒരു നല്ല ഷെയ്ഡാണ്. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ കുറച്ച് ലൈറ്റായ പോലെ തോന്നുന്നു ഇട്ടിട്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഡാർക്കാക്കാൻ വേണ്ടിയിട്ട് മാസിൻ്റെ ഈ 10 ഗേൾ പവർ എന്ന് പറയുന്ന ഒരു ലിപ്സ്റ്റിക്ക് ഉണ്ടല്ലോ, ഈ
ഇതിൻ്റെ ഷെയ്ഡ്, അതിൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഡാർക്ക് ആകാൻ വേണ്ടി ഇതും കൂടെ ഒന്ന് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡാവും. അപ്പോൾ ഇത് കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡ് കിട്ടിയിട്ട്, അപ്പോൾ ഈ ഒരു ഷെയ്ഡ് ഇതൊരു പീച്ച് കളർ പോലെയൊക്കെ പീച്ച് ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഐ ഷാഡോ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഐ ഷാഡോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് തന്നെ കേട്ടോ ഐ ഷാഡോ ഇടുന്നത്. അപ്പോൾ നമ്മൾ മേക്കപ്പ് ലുക്കിൻ്റെ ഫസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു കേട്ടോ, അപ്പോൾ എനിക്ക് വിട്ടുപോയി. അപ്പോൾ നിങ്ങൾ ഇത് ഇടുമ്പം ഫസ്റ്റ് ഐ ഷാഡോ ഇടുക കേട്ടോ, അതിന് ശേഷമാണ് നമ്മൾ ഐലൈനറും കാജലൊക്കെ ഇടേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതും കൂടെ കണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് മേക്കപ്പും കഴിഞ്ഞു, ഐ ലുക്കും ലിപ്സ്റ്റിക്കും ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു പൊട്ട് വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മേക്കപ്പ് ലുക്ക് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഹെയർ ഉണ്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഹെയറും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. ഞാൻ യൂഷ്വലി ഞാൻ കെട്ടുന്നത് അതേപോലെ തന്നെ കേട്ടോ കെട്ടി വെച്ചത്. നമുക്ക് ഇനി ഈ ഇയറിങ്ങും അതുപോലെ തന്നെ സാരിയൊക്കെ കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ. താങ്ക് യു.